ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് പറഞ്ഞാൽ ചിക്കൻ പോപ്കോൺ. ആദ്യം ഒരു സവാള ഉണ്ടല്ലോ, ആ സവാള ഇച്ചിരി എടുക്കണം. ഞാൻ എടുത്തിട്ട് വരാം. ഈ സവാള നമുക്ക് എടുത്തിട്ട് കട്ടിങ് പൊടയാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു സവാള എടുക്കണം. സവാള എടുത്തിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സവാള ഒരിൻ്റെ അകത്തോട്ട് വെക്കാം. വെച്ചിട്ട് ഒരു സാധനമുണ്ട്, അരയ്ക്കാനുള്ള സാധനം. അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം അത് ഇങ്ങനത്തെ ഒരു സാധനം എടുക്കണം. വലുതാ ചെറുത് ഏതെങ്കിലും മതി. വലുതെടുത്താൽ മതി. ചെറുത് രണ്ടും എടുക്കണം. നമ്മളെടുത്ത സവാള എടുത്തിട്ട് 1/2 ടീസ്പൂണാണ്, അതുകൊണ്ട് കൈ സ്പൂൺ വെച്ചെടുക്കേണ്ടിയുള്ള 1/2 ടീസ്പൂൺ സവാള, 1/2 ടീസ്പൂൺ സവാള, മല്ലിപ്പൊടി സവാളേൻ്റെ മണ്ടേ കൂടി ഇടണം. അടുത്തത് നമ്മളെടുത്ത ചെറിയ ഉള്ളി എടുത്ത് ഇതൊക്കെ എടുക്കണം. പട്ടയ്ക്കകത്തോട്ടിടണം. ഇട്ടിട്ട് കുരുമുളക് ഇടണം. എന്നിട്ട് അടുത്തത് മുളകിൻ്റെ പൊടി കഴിഞ്ഞിട്ട് അതിനിട്ട് അര നേരത്തേക്ക് വേണ്ടി അത് കുക്കറിൽ വെച്ചേക്കണം. ഒരു വിസിൽ കേട്ടാൽ മതി, അപ്പം തന്നെ എടുക്കണം. പിന്നെ ഫ്രഷാക്കി എടുത്തേക്കുന്ന സാധനമിട്ട് തിളക്കണം. തിളച്ചിട്ട് ഇങ്ങനെ അടിക്കണം. എന്നിട്ട് അതവിടെ വെച്ചിട്ട് നമ്മളെടുത്ത സാധനം എടുത്ത് കുക്കറിൽ നിന്ന് മാറ്റണം. മാറ്റി ഇതിനകത്തോട്ട് തട്ടിയിടണം. തട്ടിയിട്ടിട്ട് വേവിക്കണം. ഗോൾഡ് കളറായിട്ട് സവാള എടുക്കാവുള്ളൂ. എന്നിട്ട് കുക്കർ എടുക്കണം. അടുപ്പ് വെച്ചിട്ട് ഒരു വിസിലും കൂടെ കേൾക്കണം. 2 വിസിൽ എടുക്കാൻ രണ്ട് വിസിൽ കേട്ടിട്ട് 2 വിസിൽ കേട്ട ശേഷം അടുപ്പെടുത്ത് മാറ്റിയിട്ട് തിരി കൂടെ തിളപ്പിക്കണം. എന്നിട്ട് തിളപ്പിച്ചിട്ട് ഇങ്ങനെ എനിക്ക് തിളപ്പിച്ചിട്ട് ഒരു സ്പൂൺ എടുക്കണം. എന്നിട്ട് നമ്മൾ അരിമാവുണ്ടല്ലോ, അതിങ്ങനെ ചെയ്തിട്ട് അതിങ്ങനെ ആദ്യം തൊട്ട് പറയാം. എന്നാൽ നമുക്ക് ഒന്നും കൂടെ ഇങ്ങനെ കട്ട് ചെയ്യണം. അരിമാവ് എടുത്തിട്ട് എന്നിട്ട് കുക്കറിലോട്ട് വെച്ചിട്ട് അടച്ചിട്ട് അത് സമയമാവുമ്പോൾ എടുത്തിട്ട് 5 മിനിറ്റ് 5 മിനിറ്റ്സ്
കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു അരക്കണ സാധനമുണ്ട്. വലുതായാലും ചെറുതായാലും കുഴപ്പമില്ല. അരയ്ക്കുന്ന സാധനത്തിലോട്ട് 1/2 ടീസ്പൂണ് സവാള